തിരുമേനി, വിഷു എന്നാൽ വിഷ്ണു ആണോ? ഭഗവാൻ വിഷ്ണുവിനെ കണി കാണുന്നതുകൊണ്ടാണോ വിഷു എന്ന് പേര് വന്നത്? അതോ അതിന് വേറെ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? അല്ല മോളെ, പലരും അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷേ സത്യം അതല്ല കേട്ടോ. സത്യത്തിൽ തുല്യമായത് എന്നാണ് വിഷു എന്ന വാക്കിന്റെ അർത്ഥം. അതെന്താ തിരുമേനി അങ്ങനെ തുല്യമായത് എന്ന് പറയാൻ കാരണം? സംസ്കൃതത്തിലെ വിഷുവത് എന്ന വാക്കിൽ നിന്നാണ് ഇതുണ്ടായത്. പകലും രാത്രിയും ഒരുപോലെ 12 മണിക്കൂർ വീതം വരുന്ന ദിവസമാണിത്. സൂര്യൻ മേടം രാശിയിലേക്ക് കടക്കുന്ന ഈ സമയം പ്രകൃതിയിലെല്ലാം സമമാവുകയാണ്. ആ സമത്വത്തിന്റെ സന്ദേശമാണ് വിഷു. അത് ശരി. അപ്പോ കണിയിൽ വെക്കുന്ന സാധനങ്ങളോ, അതിൽ വല്ല രഹസ്യമുണ്ടോ തിരുമേനി? ഇതാണതിലെ രഹസ്യം. നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ ഉണർത്താനാണ് കണി. നിലവിളക്ക് അഗ്നിയായും വാൾ കണ്ണാടി വായുവായും സങ്കല്പിക്കും. കണ്ണാടിയിൽ സ്വന്തം മുഖം കാണുമ്പോൾ അഹം ബ്രഹ്മാസ്മി, അതായത് ഞാനും ആ പരമാത്മാവിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. അറിവിന്റെ ഗ്രന്ഥം ആകാശത്തെയും മഞ്ഞ കണിവെള്ളരി ഭൂമിദേവിയെയും കിണ്ടിയിലെ തീർത്ഥം ജലത്തെയും പ്രതിനിധീകരിക്കും. ഈ അഞ്ചും കാണുമ്പോൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് നിറയുകയാണ്. ഇത് ശരിക്കും അത്ഭുതമാണല്ലോ തിരുമേനി. ഇതുപോലത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ നിത്യകഥ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വരും വർഷം ഐശ്വര്യമാകാൻ എല്ലാവരും ഒന്ന് ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്തേക്കൂ.